ഷാലൂസ് ടേസ്റ്റ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയായ ബീഫ് മസാല കൂട്ടുകറി എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയാലോ ഫ്രണ്ട്സ്. ഇനി നമുക്ക് കുക്കിംഗ് ചെയ്യുന്നത് കാണാം ഫ്രണ്ട്സ്. ഞാൻ അതിനാവശ്യമായി ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇത് നല്ല ചൂടായതിന് ശേഷം ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കടുകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതേ സമയം നമുക്ക് 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വലിയ ജീരകമാണേ. പെരിഞ്ജീരകം കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 വലിയ സവാള എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 10-15 ചെറുള്ളിയും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾ കറി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറികൾക്ക്. ഇനി നമുക്കിത് നന്നായിട്ട് വതക്കി കൊടുക്കാം. ഇത് പെട്ടെന്ന് വതങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സവാളയൊക്കെ വതങ്ങി കിട്ടും. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ നന്നായിട്ട് ഉപ്പ് എല്ലാ ആവശ്യത്തും പിടിക്കാൻ വേണ്ടി ഇതുപോലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു അടപ്പ് വെച്ച് അടച്ചു വയ്ക്കാം. സവാള നന്നായിട്ട് വതങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതേ സമയം നമ്മളിവിടെ ഒരു തുടം വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നേ. ഇത് നമ്മൾ നല്ല ചതച്ച് ചേർക്കുക. അതിനുശേഷം ഇതും നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയൊക്കെ പച്ചമണം പോണവരേക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് 2ആയിട്ട് കീറി ചേർത്തിട്ടുണ്ട്. ഒരു തക്കാളിയും കൂടെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. നമ്മൾ പച്ചമുളക് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം അളവ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി തക്കാളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വതങ്ങി കിട്ടും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളിയും പച്ചമുളകും സവാളയെല്ലാം നന്നായിട്ട് വതങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ വതങ്ങി കഴിയുമ്പോൾ നമുക്ക് മസാല ചേർക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി മുളക് എടുക്കുന്നത്. 2 സ്പൂൺ മുളക് പൊടിയും ചേർത്ത്. ഇനി 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വീട്ടിൽ പൊടിച്ചു വയ്ക്കത്തില്ലേ ഗരം മസാല, ഗ്രാമ്പു, പട്ട, ഏലക്ക, ജാതി, ഇതെല്ലാം പൊടിച്ച ഗരം മസാലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടുന്നവരേക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ 1 കിലോ ഇറച്ചിക്കാണ് ഇത്രയും മസാലകളും സവാളയും ചേർക്കുന്നത്. എൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് പോയി കിട്ടട്ടെ. നമുക്കിനി നമ്മൾ നേരത്തെ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും ഉപ്പും ചേർത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മളൊരു 4 പിസിലടിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതും നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ പോയി അങ്ങനെ റെഡി ആയിരിപ്പുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇനി ഉപ്പ് നമുക്ക് ചേർക്കാം. നമ്മൾ നേരത്തെ സവാള വതക്കാൻ വേണ്ടി 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തായിരുന്നല്ലോ. ഇപ്പോൾ നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്താണ് വേവിച്ചത്.
നമ്മുടെ മസാല കൂട്ടുകറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേ സമയം കുറച്ച് കുരുമുളക് പൊടി വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ഞാനത് ചേർത്തിട്ടുണ്ടായിരുന്നേ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഇളക്കി മസാല ഇതൊക്കെ നന്നായിട്ട് പിടിക്കട്ടെ. അങ്ങനെ നന്നായിട്ട് തിളച്ച് നമ്മൾ കറി അങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. നമ്മളിതിൽ വെള്ളം ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു. ആ ബീഫ് വെന്ത വെള്ളം മാത്രം ഇതിലുള്ളായിരുന്നേ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഫ്രണ്ട്സ്, നല്ല ടേസ്റ്റാണ്. ലാസ്റ്റ് നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും